ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെയുള്ള വീഡിയോ എടുക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ രാത്രിയില്ലാതെ എൻ്റെ വീഡിയോ തുടങ്ങുന്നത് അധികം. അപ്പോൾ രാത്രിയിലല്ലേ നമ്മൾ കുറേ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന രാവിലത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നബിദിനാശംസകളും പിന്നെ ഓണാശംസകളും. ഓ ആരും ഇല്ലേടാ? ആ വെൽക്കം. എന്തിന് കൈ കാണിക്കണ? എന്തിന്? അത് പോയി മതി. എൻ്റെ കൈ കുറച്ച് ചെറുതായിട്ട് ഒന്ന് ചോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവൾക്ക് ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിലേക്ക് ഉമ്മ വെച്ചിട്ടല്ലേ പോയത്. പിള്ളേർക്ക് രാവിലത്തേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് രാത്രിയല്ല ഇഷവാങ്ക് കൊടുത്ത് വയ്ക്കുന്ന മമ്മി ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കി തരാ, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരാം. ഇപ്പോൾ വാഷം പോയിട്ട് വാ. പോണം വെറുതെ അല്ലാതെ നീ അത് ഇതാക്കുന്ന പോ. എല്ലാവർക്കും വെച്ചു ചപ്പാത്തി വരുത്താനില്ല, എനിക്ക് വലിയ അറിയില്ല. ഇങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ വലിയ റൗണ്ട് ഒന്നും ആവണം. എന്നാലും ഇപ്പോൾ കുറച്ച് റൗണ്ടായി. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലേ ശരിയായിട്ടല്ല, ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല ചപ്പാത്തി. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും, ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് നമ്മളുടെ ചോറല്ല അധികം, ഇക്കാക്കടെ ചോറ് തന്നെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചോറ് കഴിക്കല്ല, ഞാൻ മോനൊന്നും ചോറ് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ പല രാജ്യത്തിൻ്റെ മാപ്പെല്ലാം ഉണ്ടാവും. പ്രശ്നമില്ല, നമുക്കിപ്പോൾ അതിൻ്റെ ആകൃതിയിലുണ്ടാവും അല്ലേ. മെയിൻ ഫുഡ് നേരാണോ അല്ല അങ്ങനെയല്ലേ. ഇങ്ങനെ വന്നിന് ഇങ്ങനെ. അതിൽ ചെറിയ ചെറിയ പീസൊക്കെ രാവിലത്തേക്കായി എനിക്ക് വെച്ചിരുന്നു. മക്കൾക്ക് രാവിലെ സ്കൂളിലേക്ക് കൊടുത്തേക്കാലോന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയെങ്കിലായി. ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് അങ്ങനെ ഫുഡൊന്നും പിള്ളേർക്ക് വേണ്ട, എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും കൊണ്ടുപോയെങ്കിലായി. പെട്ടെന്ന് വരുന്നുണ്ടല്ലോ ഇതുണ്ട്. കുറച്ച് കളി മതിയാ? പൂച്ചയാ ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ടെച്ച് തിന്നുന്ന ആ തിന്നാ നമുക്ക്. അത്ര പേടി അതാ തൊട്ടങ്ങ അതിൻ്റെ ഉള്ളല്ല തൊട്ടങ്ങ ഇല്ല ഷോക്കൊന്നും അടിക്കാനും. വെള്ളം ഉണ്ടെങ്കിൽ ഷോക്ക് അടിക്കും, അല്ലെങ്കിൽ ഷോക്കൊന്നും അടിക്കാനും. അരിയിടേ അരിയിട കേട്ടോ, എല്ലാം ഇട്, അതെല്ലാം അരിയുടെ. ആ അരിയില് റോട്ടിലൊക്കെ ഇതില്ലേ ദീട തൊട്ടൂടാ, ദീട തൊട്ടങ്ങ ഷോക്ക് അടിക്കുന്ന അത് തൊട്ടൂടാ. അത് ഫോണിലുണ്ടല്ല അങ്ങനെ. ഞാൻ ചെരുപ്പിട്ടിന് നിന്നെ പോലെ. പിന്നെ തൊട്ടിനാ മരിക്കാനല്ലേ നല്ല മോളി തൊട്ടോക്കണേ. ഷോക്ക് എന്നെ വെച്ചിട്ട് പരീക്ഷണം നടത്താനാ എനിക്ക്. ഷോക്ക് അടിച്ച പിന്നെ എന്താവും? ഇല്ല പിന്നെ ചോര വലിച്ചെടുക്കും അങ്ങനെ. എൻ്റെ ഷോൾ ഇട്ടതാ. ഇപ്പൊ 2 ഷോൾ ഒന്ന് ഞങ്ങളെ മൊബൈലില്ലേ ഞങ്ങളെ ഫോട്ടോയില് അശു നടിച്ചെങ്കിൽ എൻ്റെ ഫോട്ടോ കാണിക്കും, എൻ്റെ പേരടിച്ചെങ്കിൽ അശുവിൻ്റെ ഫോട്ടോ കാണിക്കും. ഞങ്ങൾ മാത്രം ഒരുപോലെ ഒന്നും ഇല്ല, എന്തെങ്കിലും ഇടാ ഉണ്ട് കുറച്ച്. അപ്പോൾ കൈ കാട്ട്. അരി ഈ ഉപ്പ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇടും, എന്തിനറിയോ?
നമുക്ക് പുളിച്ചതൊന്നും ഇവിടെ ആരും തിന്നല. അപ്പോൾ പുളിക്കാതെ ഇരിക്കണല്ലോ. ഇട് യൗമാണ് അങ്ങനെ. കൈയാട്ടിയ ആ ഉപ്പ് കളയണ്ട. ഉപ്പാനെ പറഞ്ഞ പോലെ ഉപ്പ് കളഞ്ഞെങ്കിൽ ഉപ്പ് വേറെ വേറുന്നത് മതി. നീ കൈയെടുക്ക്. ഉപ്പുണ്ട് മതി. ഇനി അത് മുടി അരക്ക് വെച്ചിട്ട് അരക്ക് മെല്ലെ. വെള്ളം കുടിക്കുക. ഇനി അരച്ചോളൂ. അതെന്നാ എന്നതോടാ ചെയ്യോ? എന്നോടാണ് തൊടാ ചെയ്യോ? ഓളെ പേടി കണ്ട അതിന് ഏത് സ്വന്തം കാര്യം ചിന്താപല്ല. എന്താക്കുന്ന ഷു ചായപ്പൊടി തീർന്നല്ല. ബാക്കി അതാ മറ്റേ ഇലിട്ടോ കത്തി. അതിൻ്റെ ഉള്ളിലല്ലേ ഇതാ ചിക്കൻ ഫ്രൈ ആക്കുന്നത്. പിന്നെ ബേക്ക് ആക്കാൻ നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കാം. നല്ല വലിയ വലിയ കേക്കെല്ലാം ഉണ്ട്. കേക്ക് ആക്കി തരാം. ആക്കി തരാവേ. ബൾബുണ്ട്. സ്വിച്ച് ഇട്ടെങ്കിൽ ലൈറ്റ് കത്തും. ഫാനുണ്ട്. ഞാൻ ഇപ്പോൾ ഓഫ് ആക്കിയില്ല. എല്ലാം ഓഫ് ആക്കിയില്ലോ. വേണ്ട എപ്പോൾ ഓണാക്കണ്ട വേണ്ട 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 കഴിഞ്ഞിപ്പോ ഇനി അശോക്ക് കഴിയുന്നില്ല. ഇപ്പൊ എന്നാണ് ഞങ്ങൾക്ക് സ്വിച്ച് ഇട്ടിട്ട് സ്വിച്ച് ഇട്ട് നോക്കിയാ. ആ ഒരു സ്വിച്ച് ഇട്ട് നോക്കിയാ. അതാ ഒരു വല്ലാതെ ഞാൻ എൻ്റെ ഉള്ളിൽ കിടക്കുന്നു. നീ എന്താക്ക മോളെ? എന്ത് റാബിറ്റിനെ ഒരു ആഗ്രഹമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടാ. എന്നെങ്കിൽ റാബിറ്റിനെ നമുക്ക് പോറ്റാൻ പാടില്ല. റാബിറ്റിനെ പോറ്റാൻ മനസ്സിലായിനാ? അത് പാടില്ലാന്ന്. നമുക്ക് ആട്ടിനെ പോറ്റാ, കോയിനെ പോറ്റാ, ഈ പൈയില്ലേ പശു, അതിനെല്ലാം പോറ്റാ. കൗ അറിയോ? കണ്ടിനാ? അതെല്ലാം പോറ്റാ. പക്ഷെ റാബിറ്റിനെ പോറ്റാ. എന്റെ മക്കത്ത് എത്ര പൈസ എത്രയുണ്ട്? കോയിൻസ് എല്ലാം ഉണ്ട്. ബാക്കി എന്തെങ്കിലും ഒരു 150 ദിർഹംസ് ഉണ്ടാവൂല. പിന്നെ മോളിലുണ്ട്. തുണിയെല്ലാം പൊക്കി പിടിക്കും. ഇതെന്തത് ലക്കിനിട്ടതുണ്ടായില്ല. ആരിത്? ഇപ്പൊ ഇക്ക വരും. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. പൈസ കൊറേ അധികം ഉണ്ടെങ്കിൽ എനിക്കിതാ, മമ്മിക്കിതാ, മമ്മക്കിതാ. മക്കത്തേക്ക് പോവാ. മക്കത്തേക്ക് പോവാ. എന്നെയും കൊണ്ടുപോവാ. പപ്പാനെ മമ്മാനെ എല്ലാം കൊണ്ടുപോവാ. പൈസ കുറേ ആക്കി വെക്കാം. അപ്പോഴേക്ക് പോവാം. നമുക്ക് പൈസ ഇനി കളയണ്ട. അങ്ങനെ ഇട്ട് വെക്കണം. പപ്പ തരുന്ന ചുണ്ടുപൊട്ടി ലിപ്സ്റ്റിക് ഇടല് എല്ലാരും ആരിപ്പോ കാണുന്നു? ഡോക്ടറാ? പിന്നെ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞല്ലേ? ഇനിയിപ്പോൾ എന്ത് പണിയില്ല. ഹോസ്പിറ്റലിനതിലെ പോന്ന് കാണിച്ചിട്ട് വരുന്ന്. എന്നിട്ടായിട്ട് ഫുഡെല്ലാം വെച്ചിട്ടാ ഫുഡെല്ലാം തിന്നിട്ടായിന്. ഇനി വന്നിട്ടായിട്ട് കിടന്നിട്ട് ഉറങ്ങുന്നു. എക്സാം ഉണ്ട് എനിക്ക്. ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് ചെല്ലിയത്. നൈല കുട്ടി ഗുഡ് മോർണിംഗ് ചെല്ലുന്നില്ലേ? രാവിലെ മക്കളെ എണിപ്പിക്കാൻ ഭയങ്കര പണിയാണ്. ഞാനൊരു 6 മണിക്കാണ് വിളിച്ചത്. കാരണം സുഖം ഉണ്ടായിട്ടാണ്. ഈ കാലിന് നല്ല ചുമ. അങ്ങനെയാണ് ഫ്രൂട്ട്സ് ഒന്നും ആശയുണ്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, തണുത്തതൊന്നും. അങ്ങനെ അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എന്നെ വിളിച്ച് കൊണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് മോനുള്ളതുകൊണ്ട് ഓന് കൊണ്ടാക്കും സ്കൂളിലേക്ക്. അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ പെട്ടെന്ന് പോകണം. കൊണ്ടാക്കിയെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതിയില്ല. എക്സാമാണ്, അതുകൊണ്ടാണ്. പിന്നെ സുഖമില്ലെങ്കിലും അയക്കാതെ പറ്റില്ലല്ലോ.
പൗഡേഴ്സ് ഇടും. പേളിൻ്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം എങ്ങനെയാവുമെന്ന്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ കറി ഞാൻ ടെസ്റ്റ് ആക്കുന്ന. ഇങ്ങനെ ആവും നോക്കാം നമുക്ക്. ടേസ്റ്റ് ആവോ എന്താവുമെന്ന് കണ്ടാൽ. അല്ല അതുപോലെ ആവും. ഞാൻ ചെറുപയർക്കായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പ് തന്നെ ഞാൻ ഇടുന്നത്. അപ്പോൾ ആവശ്യത്തിന് അനാവശ്യത്തിനെല്ലാം ഇട്ട് കൊടുക്കുക. കാരണം കുറച്ച് മധുരമുള്ളതല്ലേ, അപ്പോൾ ഉപ്പ് കുറച്ച് വേണ്ട വരും. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി കുറച്ച് ഇരിക്കട്ടെ, നല്ലതല്ലേ, ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ തന്നെ കണ്ടത്. ഇനിയിപ്പോൾ നോക്കാമല്ലോ അല്ലേ. ഇത്രയും വെള്ളം മതിയും തോന്നുന്നു, എനിക്ക് അറിയില്ല. ആവശ്യത്തിന് വെള്ളം ഇരിക്കട്ടെ അല്ലേ. ഇനിയിപ്പോൾ ഇത് വേവിക്കാൻ വെക്കാം. സിമ്പിൾ കറി, ആരെങ്കിലും ഉണ്ടാക്കിയോ വേണ്ടത്. അപ്പോൾ നമുക്ക് തേങ്ങയും ഉള്ളിയും പച്ചമുളകും അരക്കാം. ഇനി ജീരകം വേണം. ജീരകം എൻ്റെ അടുത്തില്ല. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കടയിലേക്ക്. അപ്പം അത് കൊണ്ടുവന്നിട്ട് പൊടിച്ചിട്ടിടാം അതിലേക്ക്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് അരക്കാം. പച്ചമുളക്, ഉള്ളി, ചെറിയ ഉള്ളി കുറച്ച്, തേങ്ങ കുറച്ച്. തേങ്ങ ഇതെല്ലാം അരച്ചിട്ട്, ഉള്ളിയും തേങ്ങയും പച്ചമുളകും ജീരകവും അരച്ചിട്ട് ജീരകം കുറഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാലോ കറി. ഇതന്നെ പേളി വെച്ച കറി. പായസമല്ല ഇത്. പായസം നാളെ വെച്ചേരാം. നോക്കാം എങ്ങനെ ഉണ്ടാവും. ഇനിയിലേക്ക് വറവിടണം. വറവിടുന്നതിലാണ് കാര്യം. നമ്മൾ കുറച്ച് അരി എടുത്തിട്ടുണ്ട് കഴുകിയിട്ട് വെച്ചിട്ട്. പിന്നെ ചെറിയ ഉള്ളി കുറച്ചെടുത്ത്, കറിവേപ്പില, ഉണക്കമുളക്, പിന്നെ കടുക് പൊട്ടിക്കണം. കുറച്ച് തേങ്ങ കുറച്ച് കൂടുതൽ വേണം തോന്നി. ഇത്രയും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കടുക് പൊട്ടിക്കുന്ന പേടിയാണ്. ഇങ്ങനെ ഇങ്ങനെ വെച്ചെങ്കിൽ നമ്മളെ വെച്ച് പൊട്ടിക്കാം. ഇട്ടോട്ടാ ബിസ്മില്ലാ. കടുട്ടെ പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ട് ഇതിടണം. ഉള്ളി കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, പിന്നെ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. പൊരിയായി, അരിയെല്ലാം പൊരിയായി. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ അങ്ങനെ വറക്കണം. ഇനി പൊട്ടല അരിയെല്ലാം പൊരിയായി. അതാ നല്ല ഫ്രൈ ആയി, ഗോൾഡൻ കളറായി. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വയ്ക്കുന്നില്ല, ഇങ്ങോട്ടേക്ക് വയ്ക്കാം. നമുക്ക് എന്താ അറിയോ, അതാണ് നല്ലത് വിചാരിക്കുന്നത്. ഇല്ല ഇല്ല അത് പറഞ്ഞു. ഇങ്ങനെയല്ല പൊട്ടിത്തെറിച്ചെങ്കിലും ഇല്ല, നല്ല മണം ഉണ്ടായിന് അറിയോ. നല്ല മണം. മണം എന്ന് പറഞ്ഞാൽ ഒരു
വരന്നൊരു മണമാണ് ഈ അരിയും പിന്നെ ഉള്ളിയും അതെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ടുള്ള ഇതുണ്ടല്ലോ, അത് കറിക്ക് വെച്ചിട്ടാകുമ്പോൾ വരന്നൊരു മണം. നല്ല കറി പറഞ്ഞാൽ താങ്ക് യു പേളി, എന്നിട്ട് ഒരു കറി പഠിപ്പിച്ചേന്. കാരണം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എപ്പോഴെങ്കിലും. ചപ്പാത്തിക്ക് ചോറിനെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്. പേളി മണീൻ്റെ വീഡിയോ നോക്കിയിട്ട് ഉണ്ടാക്കിയ കറി ഇങ്ങോട്ടായിട്ടുള്ള പ്ലേറ്റ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? ഇത് മത്തങ്ങയില്ലേ, ചെറുങ്ങ ടേസ്റ്റാ അല്ല ഇനാ? അങ്ങനെ കറി നല്ല ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചപ്പാത്തിക്കും ചോറിന് പേളി കാണിച്ച പോലെ തന്നെ കുറച്ച് പപ്പടവും പിന്നെ എല്ലാം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചപ്പാത്തിൻ്റെ ഒക്കെയാണ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ മിഞ്ഞാന്ന് ഇടണമെന്ന് വിചാരിച്ചിട്ട് വെച്ച വീഡിയോ ആണ്, പക്ഷേ ഇടാൻ പറ്റില്ല. മക്കൾക്ക് രണ്ടാൾക്കും പനി ചുമ അങ്ങനെയല്ലായി, അപ്പോൾ അതുകൊണ്ട് ഇടാൻ പറ്റില്ല. പിന്നെ മക്കളെ എക്സാമോ അങ്ങനെയല്ലോ അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ടില്ല ഇൻഷാ.